ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി അർച്ചനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടടോ, നമുക്ക് നാളെ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ ഗുണ്ടകൾക്കെതിരെ പരാതി കൊടുക്കാം. അനൂപേട്ടനെ പുറത്തിറക്കാനായി ഒരു നല്ല വക്കീലിനെയും ഞാൻ ഏർപ്പാട് ചെയ്യാം. താൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന അനൂപിന്റെ അടുത്തേക്ക് ചെങ്കൽ മധുവിന്റെ ഗുണ്ടകളെ വിടുന്നതാണ്. ആ ഗുണ്ടകള് അനൂപിനോട് പറയുകയാണ്, അനൂപിനെ ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. ഇപ്പോഴേ ഞങ്ങളുടെ അണ്ണൻ അനൂപിനെ കാണാൻ വരുന്നുണ്ട്. അണ്ണൻ വരുന്നതിന് മുമ്പ് ഞങ്ങള് എസ്കോർട്ടിന് വന്നതാ. ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്ന് അനൂപ് പറയുമ്പോൾ, ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അണ്ണൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ഒരാൾ പറയുന്നു. നീ വണ്ടിയിടിച്ച് കൊന്നില്ലേ ലക്ഷ്മി? ലക്ഷ്മിയുടെ അണ്ണനാണ് ഞങ്ങളുടെ ചെങ്കൽ മധു അണ്ണൻ. അണ്ണനായിപ്പോ നിന്നെ കാണാൻ വരുന്നതെന്ന് ഗുണ്ടകൾ ഒരാൾ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനൂപ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചെങ്കൽ മധു പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. തുടർന്ന് അനൂപിന്റെ അടുത്തേക്ക് വന്നിരുന്ന് മധു പറയുകയാണ്, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആര് പറഞ്ഞിട്ടാ നീ എന്റെ അനിയത്തിയെ തീർത്തത്? സത്യമായിട്ടും ആരും പറഞ്ഞിട്ടല്ല, അറിയാതെ പറ്റിയ ഒരു അപകടം മാത്രമായത്. നിങ്ങളുടെ സഹോദരി റോഡിലേക്ക് വേഗത്തിൽ വരുന്നത് കണ്ടിട്ട് ഞാൻ എന്റെ വണ്ടി വെട്ടിച്ചതാണ്. കണ്ണു തുറക്കും മുമ്പേ എല്ലാം കഴിഞ്ഞു, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ പറ്റിയതാണെന്നും അനൂപ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. കള്ളം പറയുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് അനൂപിനെ തല്ലുകയാണ് മധു. ഇതിനു മുമ്പും എന്റെ അനിയത്തിക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നിലും നീയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ടെന്നും മധു പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും നിങ്ങളുടെ അനിയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനൂപ്. നിന്നെക്കൊണ്ട് സത്യങ്ങളൊക്കെ എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കൽ മധു തന്റെ ഗുണ്ടകൾക്ക് നേരെ അനൂപിനെ തള്ളിയിടുകയാണ്. തുടർന്ന് ഗുണ്ടകളെല്ലാം ചേർന്ന് അനൂപിനെ പൊതിരെ തല്ലുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അനൂപിന്റെ കൊളറിൽ പിടിച്ചുകൊണ്ട് മധു പറയുകയാണ്, നീ ഇല്ലാതാക്കിയത് എന്റെ പ്രാണനെയാണ്. അതുകൊണ്ട് നിന്നെ കൊന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. പക്ഷേ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ആരെ വിട്ടതെന്ന് എനിക്കറിയണം. നീ ആരുടെ ആളാണെന്ന് മധു ചോദിക്കുമ്പോ അനൂപ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. ആ പെൺകുട്ടി ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാ റോഡിലേക്ക് വന്നത്. പെട്ടെന്ന് വണ്ടി വെട്ടിച്ചപ്പോ ഞാൻ കണ്ടില്ല, അതാണ് ഉണ്ടായത്, അല്ലാതെ ഞാനായിട്ടൊന്നും ചെയ്തതല്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനൂപ്. അണ്ണാ, ഇവൻ പറയുന്നത് കള്ളത്തരമാ. ഇവനെ നന്നായിട്ടൊന്ന് പെരുമാറിയാൽ സത്യം പറയുമെന്ന് ആ ഗുണ്ടകൾ പറയുമ്പോ, എന്താണെങ്കിലും ഇവിടെ വെച്ച് വേണ്ടെന്നും നിങ്ങൾ ഇവനെയും കൊണ്ട് വരാനും പറഞ്ഞുകൊണ്ട് മധു മുന്നോട്ട് നീങ്ങുമ്പോ അനൂപിനെ ബലമായി വണ്ടിയിൽ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുകയാണ് ഗുണ്ടകള്. പെട്ടെന്ന് സച്ചിയും അർച്ചനയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ സച്ചിയും അർച്ചനയും ചേർന്ന് ആ ഗുണ്ടകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും തല്ല് കിട്ടുകയാണ്. അതേസമയം ചെങ്കൽ മധു അകത്തേക്ക് വരുന്നു. അനൂപേട്ടൻ സത്യമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല, അനൂപേട്ടനെ വെറുതെ വിടണമെന്ന് സച്ചി പറയുമ്പോ, മിണ്ടാതിരുന്നോളാനും അല്ലെങ്കിൽ മൂന്നിനെയും ഞാൻ ഒരുമിച്ച് തീർത്ത് കളയുമെന്നും മധു ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് അനൂപിനെയും കൊണ്ട് അവര് ബലമായി അവിടെ നിന്ന് പോകുമ്പോ അർച്ചനയും സച്ചിയും പിന്നാലെ ഓടി ചെല്ലുകയാണ്. അങ്ങനെ ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ അർച്ചന താഴേക്ക് വീഴുകയും അർച്ചനയുടെ വയറ് ശക്തമായി തന്നെ തറയിലിടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അർച്ചന ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്ന അർച്ചന ടെൻഷനോടെ എഴുന്നേറ്റിരിക്കുന്നതാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന അനഘയാണ്. അതേസമയം സ്നേഹ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് സ്നേഹയുടെ മുഖത്തെ വിഷമം കണ്ടുകൊണ്ട് അനഘ പറയുകയാണ്, നീ എന്തിനാ ഇനിയും വിഷമിക്കുന്നത്? എത്രയോ പേർക്കാ ലോകത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാകും, അപ്പോ നിന്റെ വിഷമമൊക്കെ താനെ മാറിക്കോളും. എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാനിട്ടല്ല, പക്ഷെ അതിന്റെ മുഖം പോലും ഒന്ന് കാണാതെ എന്ന് സ്നേഹ പറയുമ്പോ അനഘ പറയുകയാണ്, അതിന്റെ മുഖം പോലും കാണാത്തതുകൊണ്ട് നിനക്ക് അത്രയും വിഷമം കുറഞ്ഞു കിട്ടുമല്ലോ. എന്നാലും അനഘെ, എനിക്കിനി അവന്തികേട്ടത്തി പറഞ്ഞത് സത്യമാണോ എന്ന് ഒരു സംശയം തോന്നുകയാണ്. ഒരുപക്ഷെ അർച്ചനേട്ടത്തിന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിലോ? അതേസമയം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരികയാണ് അവന്തി. ഞാനെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ അതൊന്നും സത്യമാകണമെന്നില്ലെന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, പിന്നെ എന്താകും ഇങ്ങനെയൊക്കെ എല്ലാം ഒരേപോലെ സംഭവിക്കുന്നത്? ഇതിനെല്ലാത്തിലും പരിഹാരം വേണമെങ്കിൽ അച്ഛൻ തന്നെ വേണം. നിങ്ങളാരെങ്കിലും അച്ഛനോട് ഇക്കാര്യം പറഞ്ഞാൽ മതിയെന്ന് അവന്തിക പറയുമ്പോൾ, അവന്തികേട്ടത്തി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, അതുകൊണ്ട് ഏട്ടത്തി തന്നെ പറയാനായി സ്നേഹ പറയുന്നു. നോക്കാം, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് മധു സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. താൻ തന്ന വാക്കൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് മധു ചോദിക്കുമ്പോൾ, എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് സച്ചി പറയുന്നു. അവന് ജാമ്യം കിട്ടുന്ന ദിവസം നീ എങ്ങാനും ഈ വാക്ക് മാറ്റിയാലുണ്ടല്ലോ, എന്റെ വീട്ടിലുള്ള ഒരെണ്ണം പോലും ജീവനോടെ കാണില്ലെന്ന് മധു പറയുമ്പോൾ, ഞാൻ വാക്കൊന്നും മാറ്റിയിട്ടില്ലെന്നും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവരാമെന്നും സച്ചി പറയുന്നു. സമയം ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. സച്ചിയേട്ടൻ ഇപ്പോ ആരോടാ സംസാരിച്ചതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അത് ഓഫീസിലെ ഒരു ക്ലയന്റിനോടാണെന്ന് സച്ചി പറയുന്നു. അല്ല, സച്ചിയേട്ടൻ ഇപ്പോ ആ മധുവിനോടല്ലേ സംസാരിച്ചത്?
അനൂപേട്ടനെ കൊണ്ട് കൊടുക്കാമെന്നല്ലേ സച്ചേട്ടൻ പറഞ്ഞതെന്ന് അച്ഛനോട് ചോദിക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.